ഓൾ, ദിപിച്ച് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു 2024 കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് നമ്മളിപ്പം ഫൈനലി 2025 എത്തുകയാണ്. അപ്പോൾ നമുക്കറിയാം ന്യൂ ഇയർ എന്ന് പറയുമ്പം ഇറ്റ്സ് ഫുൾ ഓഫ് ഹോപ്സ് അല്ലേ. നമുക്ക് ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് റെസൊല്യൂഷൻസ് ഒക്കെ ഉള്ള ഒരു ഇയർ ആയിരിക്കും എല്ലാ ന്യൂ ഇയേഴ്സും. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പം എന്തായിരുന്നു എൻ്റെ 2024, അതായത് ഈ വർഷം ഇത് തീരുന്നതിന് മുമ്പായിരിക്കും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയായിരുന്നു എൻ്റെ ഈ ഒരു ഫുൾ ഇയർ എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു വർഷം എന്നെ എന്തൊക്കെ ലെസൺസ് ഞാൻ ലേൺ ചെയ്തു, എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും എല്ലാം എന്നുള്ളതാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന, കമൻറ്റ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ആദ്യം തന്നെ എല്ലാവർക്കും നല്ല ഒരു വർഷം, ഒരു പുതുവത്സരം നേരാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ 2024 എന്ന് പറയുന്നത് ഒറ്റ ഒരു സെൻറ്റൻസിൽ എങ്ങനെ ഒതുക്കാമെന്ന് പറയുകയാണെങ്കിൽ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു ഇയറാണ് 2024. തുടക്കം തൊട്ടേ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് എന്ന് വെച്ചിട്ട് എല്ലാം നല്ലതായിരുന്നോ, ഭയങ്കര ഹാപ്പിയസ്റ്റ് എൻ്റെ ഇയർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഉറപ്പായിട്ടും കുറേ നല്ല കാര്യങ്ങളും കുറച്ച് മോശം എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് മറ്റെല്ലാവരെയും പോലെ. അപ്പോൾ എനിക്കൊരു മിക്സഡ് ഒരു വർഷമാണെന്ന് പറയാം. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഇയർ ആണെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടക്കം തൊട്ട് പോവാം. 2024 സ്റ്റാർട്ട് ചെയ്യുമ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് 2023 ഒരു എൻഡിങ് ടൈം. ആ സമയത്ത് തൊട്ടിട്ട് തന്നെ 2024ലേക്കുള്ള എൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, 2024 Jan 25 ഞങ്ങളുടെ മാരേജ് പറയാമല്ലോ. അപ്പം ഒരു ന്യൂ ഇയറിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു മാരേജ് ഉള്ളപ്പം സ്വാഭാവികമായിട്ടും പ്രീവിയസ് ഇയർ തന്നെ നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ആ സമയം ഞങ്ങൾ എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ തന്നെ ഒരു ഫാമിലിക്ക് പോവുകയാണ്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ഹാർഡ് വർക്കും പ്രിപ്പറേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ഒരു ന്യൂ ഇയർ ടൈമിലാണെങ്കിൽ കൂടെ എന്താ പറയുക, ഓടി നടക്കുകയായിരുന്നു, അതിൻ്റെ പുറകെ ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട് ഈ മാരേജിൻ്റെ പ്രിപ്പറേഷൻസ്. പിന്നെ അതേ സമയത്ത് തന്നെ ഞാൻ ആ ടൈമിൽ കോളേജിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ 2024 ഈ ജാനിലൊക്കെ ഞാൻ UIT, യുണൈറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞ കോളേജിൽ ഞാൻ വർക്ക് ചെയ്യാണ്. അത് 2023 ജൂണിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഓക്കെ, ജൂണല്ല മെയ്, അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പം ജൂണായി, അതായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമും കൂടിയാണ് കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫസ്റ്റ് സെം ഒക്കെ നടക്കുന്ന ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ബിസി സ്കെഡ്യൂൾ ഉണ്ടായിരുന്നു കോളേജിൽ. പിന്നെ കോളേജ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആസ് യൂഷ്വൽ എനിക്ക് ആ നാട് ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ നാട്ടിൽ നിൽക്കുകയാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഹാപ്പിയസ്റ്റ് ടൈമായിരുന്നു ഇനീഷ്യലി 2024 തുടക്കം എന്ന് പറയുന്നത്. ഭയങ്കര ബിസി ആയിട്ട് ആ ഒരു ജാൻ ഫെബ് മാർച്ചൊക്കെ എങ്ങനെയാണ് പോയി എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അത്ര ഫാസ്റ്റായിട്ട് ആ മാസങ്ങൾ പോയി. 25 മാരേജ്, പിന്നെ ഞാനൊരു 1 മന്തോളം ലീവായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ആയിരുന്നു. അപ്പോൾ അതൊരു ഹാപ്പിയസ്റ്റ് ടൈമായിരുന്നു എന്ന് പറയാം, ഇനീഷ്യൽ ടൈം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കോളേജിനെ മിസ് ചെയ്യുന്നുണ്ട്. പാരലലി ലോങ് ലീവാണ്. ലീവ് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് അവിടെ പൊങ്കൽ നടക്കുന്ന ടൈമാണ്, ജാനിൽ തന്നെ. അപ്പോൾ പൊങ്കൽ എന്ന് പറയുമ്പം അവിടുത്തെ ഒരു ഫെസ്റ്റിവലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തമിഴ്നാട്ടുകാരുടെ ഫെസ്റ്റിവലാണ്. അപ്പോൾ അതും കൂടിയിട്ടാണ് ഞാൻ ലീവ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഈ പൊങ്കൽ ടൈമിൽ ഞാൻ അവിടെ ഉണ്ടാവണം. അവിടെ ഒരുപാട് സെയിൽസ് ഉണ്ട്, അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങണം, മാക്സിമം ടൈം ഞാൻ അവിടെ ആയിരിക്കും. ഒരുപാട് പ്ലാനിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. പക്ഷെ അപ്പം ദൈവം കരുതി വെച്ചത് വേറൊരു കാര്യമായിരുന്നു, മാരേജ് എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ ലീവ് എടുത്ത് അവിടെ പോയി മാരേജ് കാര്യങ്ങളൊക്കെ നടന്ന് ഫാമിലിയുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ച് ഞാൻ റീജോയിൻ ചെയ്തത് ഫെബ്രുവരി ലാസ്റ്റോ മാർച്ച് ഫസ്റ്റോ ആണ്, എനിക്ക് അത്ര ഓർമ്മയില്ല. അപ്പോൾ ആ 3 മാസങ്ങൾ ചടപടയെന്ന് അങ്ങനെ പോയി. അങ്ങനെ മാർച്ചിൽ റീജോയിൻ ചെയ്തപ്പോഴത്തേക്ക്
ഭയങ്കര ബിസി ആയിരുന്നു ഞാൻ. അപ്പോഴേക്കും എന്നെ IQAC കോളേജിൻ്റെ NAC അക്രഡിഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ സെല്ലിലേക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് പറയാം. നമ്മളെ സെലക്ട് ചെയ്തു. പിന്നീട് അങ്ങോട്ട് എനിക്ക് ഭയങ്കര ബിസി ആയിരുന്നു. പിന്നെ കോളേജിൻ്റെ MC മൊത്തം നമ്മുടെ തലയിലായിരുന്നു. അത് എനിക്കിഷ്ടമാണ് ഇത് ചെയ്യാൻ, ആങ്കറിങ്. അതേസമയം തന്നെ എന്താ പറയുക, നമുക്കത് ഭയങ്കര സ്ട്രഗിളായിരുന്നു. ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടതായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നു. പല കാര്യങ്ങൾക്കും പല ഈവൻറ്റ്സ് ഒക്കെ വന്നു. അങ്ങനെ എൻ്റെ കരിയറിൽ കുറേ കൂടെ എനിക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അതൊരു സൈഡിൽ എനിക്കത് ബേർഡൻ ആയിരുന്നു. കാരണം റീസെൻ്റ്ലി മാരീഡാണ്, നാട്ടിൽ പോകണം. അതിൻ്റെ കൂട്ടത്തിൽ കോളേജിൽ നിന്നുള്ള ഭയങ്കര വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ പോർഷൻ കംപ്ലീഷൻ, കാരണം ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോയതാണെങ്കിൽ കൂടെ ഐ ഹാവ് എന്താ പറയുക കംപ്ലീറ്റഡ് മോസ്റ്റ് ഓഫ് ദ പോർഷൻസ്. ഇപ്പം എക്സാമിനുള്ള കുറേ പോർഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ഈ MC പ്രോഗ്രാംസ്, ഇത് ആനുവൽ ഡേയുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, ആൻഡ് IQAC. അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു പീക്കിൽ നിൽക്കുന്ന ടൈമായിരുന്നു അത്. പക്ഷേ ആ ഒരു പെർഫോമൻസിൻ്റെ ഒക്കെ ഒരു ഗുണം കിട്ടിയത്, ഞാൻ ഈ തുടക്കത്തിൽ പറയുന്നതൊക്കെ എൻ്റെ ലൈഫിൽ എന്താ പറയുക കുറച്ച് നല്ല കാര്യങ്ങളാണ് കേട്ടോ. 2024 നല്ല കാര്യങ്ങളാണ് പറയണത്. തെറ്റിദ്ധരിക്കരുത്. ഓക്കെ 2024 മൊത്തം എനിക്ക് ഭയങ്കര സൂപ്പറായിരുന്നു, അങ്ങനെ ഒരിക്കലുമല്ല. അപ്പോൾ ആദ്യം തന്നെ നെഗറ്റീവ് പറയണ്ട എന്നോർത്തിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മാർച്ചിൽ ആനുവൽ ഡേയുടെ അന്ന് 2-3 കോഴ്സുകൾക്ക് 100% റിസൾട്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റി. റിസൾട്ട് വന്നപ്പം ഫുൾ സ്റ്റുഡൻസ് ഓൾ ക്ലിയർ ആണ്, ഇംഗ്ലീഷിൽ ക്ലിയർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു റെക്കഗ്നിഷൻ, ഒരു അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതൊരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ. കാരണം ഈവൻ നമ്മൾ ആ ഒരു മാരേജ് ടൈം അതിൻ്റെ കാര്യങ്ങൾക്കിടയിൽ ഒരുപാട് കഷ്ടപ്പെട്ടു, പോർഷൻ കംപ്ലീഷനും ഒക്കെ ആയിട്ട്, റിവിഷനും ഒക്കെ ആയിട്ട്. ബട്ട് അതിനൊരു റിസൾട്ട് കിട്ടി എന്ന് പറയുന്ന പോലെയായിരുന്നു ആ ഒരു ഇൻസിഡൻറ്റ്. ആൻഡ് അത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക മെമ്മറിയാണ് എന്നെ സംബന്ധിച്ച് കരിയർ വൈസ്. ആൻഡ് പിന്നീട് പറയുകയാണെങ്കിൽ ആ വർഷം അവിടുന്ന് ആ അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് റിസൈൻ ചെയ്യാം എന്നൊരു ഡിസിഷനിൽ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അപ്പോൾ മാരേജ് കഴിഞ്ഞു, അത് കാരണം ഒരു ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എപ്പോഴാണ് മാർച്ചിൽ ഏപ്രിലാണ് ഞാൻ എൻ്റെ റെസിഗ്നേഷൻ കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ചെയ്തു. ഈ അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ എന്താ പറയുക ഒരു ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമായിരുന്നു. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട കോളേജ്, ഞാൻ അവിടുത്തെ എല്ലാമായിട്ട് അഡാപ്റ്റഡ് ആയിട്ട് വന്നു. ആൻഡ് നമുക്കൊരു വാല്യൂ അവിടെ ഉണ്ടെന്ന് തോന്നി. അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ ആ ഒരു കരിയറിൽ തന്നെ ബ്രേക്ക് എടുക്കുന്ന ഒരു ടൈമാണ്. സോ അത് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ബട്ട് ഓൺ ദ സെയിം ടൈം അവിടെ അടുത്തൊരു ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു, പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അപ്പോൾ അതും ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഓക്കെ, നമ്മളൊന്ന് തീരുമാനിക്കും, ദൈവം വേറൊന്ന് തീരുമാനിക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാം പ്ലാൻഡ് ആയിട്ട് അതിൻ്റെ ഭംഗിയായിട്ട്. ഞാൻ റെസിഗ്നേഷൻ കൊടുത്ത ഡേ ആണ് എൻ്റെ ടെസ്റ്റ് പോസിറ്റീവ് ആയത്. സോ അതും ഒരു എന്തോ പ്രീ പ്ലാൻഡ് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഈവൻ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ കൂടെ എനിക്ക് അറിയില്ല അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ആ സമയത്താണ് ഞങ്ങൾ ശ്രീരംഗം അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു വിത്ത് മൈ ഹസ്ബൻഡ്, ഫാമിലിയുടെ കൂടെ. അതൊരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു ജേണി ആയിരുന്നു. എനിക്ക് ശ്രീരംഗം ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണുക കേട്ടോ. വളരെ ഒരു സ്പെഷ്യൽ മെമ്മറി ആയിരുന്നു ആ ഒരു ശ്രീരംഗം ജേണി. ഒത്തിരി എന്താ പറയുക ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റി. പിന്നെ വേറൊരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത്, ഞാൻ 2024 ഞാൻ അവിടെ വീട്ടിൽ ഒറ്റയ്ക്ക് സ്റ്റേ ചെയ്യുന്നത്, ഒറ്റയ്ക്കൊരു വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും, ഫിനാൻഷ്യലി ആണെങ്കിലും അതല്ലെങ്കിൽ എന്താ പറയുക എല്ലാ തരത്തിലും ഒറ്റയ്ക്ക് നിൽക്കണം എന്നൊക്കെ. റൂംമേറ്റ് റീലൊക്കേറ്റ് ചെയ്തു അങ്ങനെ വന്നപ്പോൾ. പക്ഷേ അതെനിക്ക് ഭയങ്കര കേക്ക് വാക്കായിരുന്നു. കാരണം വളരെ ഈസി ആയിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റി. ഫിനാൻഷ്യലി ആണെങ്കിലും വലിയ ബുദ്ധിമുട്ട് വന്നില്ല. ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയി. എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് വന്നിട്ടുള്ളൊരു കാര്യമായിരുന്നു ആ ഒരു കുറച്ച് പീരീഡ് ഓഫ് ടൈം.
ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റിയത്. അങ്ങനെ കുറേ കോയമ്പത്തൂരിൽ തന്നെ ഒരുപാട് അമ്പലങ്ങൾ, ഒരുപാട് എനിക്ക് പൊതുവെ അമ്പലത്തിൽ പോകാനാണ് ഇഷ്ടം. അപ്പോൾ അമ്പലങ്ങളിൽ പോകാൻ പറ്റി. നമുക്ക് ഇഷ്ടമുള്ള പോലെ കുറേ കൂടെ ജീവിക്കാൻ പറ്റി എന്ന് തന്നെ പറയാം ആ ഒരു ടൈം. പിന്നെ അത് കഴിഞ്ഞിട്ട് റിസൈൻ ചെയ്തു, തിരിച്ചു വന്ന് കഴിഞ്ഞിട്ടാണ് ഞാനൊരു 1 മന്തോളം ജൂൺ മന്ത് കംപ്ലീറ്റ്ലി ഞാൻ ഫ്രീ ആയിട്ടിരുന്നു, റിലാക്സ്ഡ് ആയിട്ടിരുന്നു. കാരണം ആ ഒരു വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ആവുന്നവരെ കംപ്ലീറ്റ്ലി ഫ്രീ ആയി. പ്രഗ്നൻറ്റ് റിലേറ്റഡ് ആയിട്ടും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ആ ഇനീഷ്യൽ ടൈമിൽ ഇല്ലായിരുന്നു, ഒരു 2 മന്ത്സ് വരെ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ജൂലൈ മന്തിലാണ് എനിക്ക് വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ എന്തിനെങ്കിലും വെറുതെ ഇരിക്കണേ, കാരണം ഒന്നും ചെയ്യാനില്ല, നമുക്ക് ട്രാവൽ ചെയ്യാൻ അധികം പറ്റത്തില്ല ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ. അങ്ങനെയാണ് ഞാൻ സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാഡമിയിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് ജോയിൻ ചെയ്യുന്നത്. എൻ്റെ ക്ലോസ് ഫ്രണ്ട് ജൂലിയ സജസ്റ്റ് ചെയ്താണ്. അപ്പം അതും ഞാൻ പ്രിപ്പയർഡായി, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, സെലക്റ്റായി. അങ്ങനെ ഞാൻ പുതിയൊരു ജോലി സ്റ്റാർട്ട് ചെയ്തു. ടീച്ചിങ് തന്നെ, സ്പോക്കൺ ഇംഗ്ലീഷ് ആണെന്ന് മാത്രം. അപ്പോൾ കരിയറിലൊരു ബ്രേക്ക് വന്നില്ല എന്ന് തന്നെ പറയാം, ഒരു 1 മന്ത് മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഈ ഡിസംബർ വരെ ഞാൻ സ്റ്റാർട്ടിങ് വരെ ഞാൻ സ്പീക്കീസിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് ഏകദേശം ഒരു 5 ബാച്ചോളം സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്ത് വിട്ടു, കഴിഞ്ഞു, ക്ലിയർ ചെയ്തു, ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇതിന് ഇടയ്ക്കുള്ള ഈ ഒരു കാലഘട്ടം, അതായത് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഇത്രയും മാസം എന്ന് പറയുമ്പോൾ അതും ഈ പറഞ്ഞ പോലെ ജോലി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ പ്രഗ്നൻസിയിലെ ഏറ്റവും കുറച്ച് സ്ട്രഗ്ലിങ് പീരീഡ് അതായിരുന്നു. ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു, സിവിയർ വോമിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഒന്നും കഴിക്കാൻ, പ്രത്യേകിച്ച് നോൺ വെജ് ഒന്നും പറ്റില്ല. അങ്ങനെയൊക്കെ വോമിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ഫുൾ ഡേ, ഇപ്പം ഈവൺ ഉച്ചയ്ക്കാണ് തുടങ്ങണമെങ്കിൽ രാവിലെ തൊട്ട് കഴിച്ച ഫുഡ് മൊത്തം വോമിറ്റ് ചെയ്യുമായിരുന്നു. ആൻഡ് പിന്നെ പറയുകയാണെങ്കിൽ പല ഫുഡും പറ്റില്ല, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, ബാക്ക് പെയിൻ, അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ജോലി എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ടൈം പോകാനായിട്ട്. കാരണം ഒറ്റയ്ക്ക് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, അപ്പോൾ സമയം പോകാത്തതൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ജോലി ഉള്ളതുകൊണ്ട് കുറേ ഞാൻ എൻഗേജ്ഡ് ആയി. മറ്റ് പല ആ ഒരു പ്രഗ്നൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മൂഡ് സ്വിങ്സ്, പ്രശ്നങ്ങളിൽ നിന്നൊക്കെ എനിക്കത് ഒത്തിരി റിലീഫ് കിട്ടി. പക്ഷേ വോമിറ്റിംഗ്, ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അപ്പം ഇപ്പം ഇന്ന് ഞാൻ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 2 days എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര എന്താ പറയുക, ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു ആ ഒരു പീരീഡ് ഓഫ് ടൈം. പക്ഷേ ഒരു 6th 7th മന്തൊക്കെ ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് ബെറ്ററായി കുറേ കാര്യങ്ങൾ. അങ്ങനെ കുറച്ച് പെയിൻറ്റിങ്, കുറച്ച് അമ്പലങ്ങളിൽ, ഇപ്പം ഗുരുവായൂർ പോയി കൃഷ്ണനാട്ടം നടത്തി, പിന്നെ അമ്പലപ്പുഴ, ആറന്മുള, മണ്ണാർശാല, വെട്ടിക്കോട്ട് ഭഗവതി ക്ഷേത്രം, അങ്ങനെ ഒരുപാട് അമ്പലങ്ങളിൽ പെയിൻറ്റിങ് ഉണ്ടായിരുന്നൊക്കെ പോകാനായിട്ട് സാധിച്ചു. പിന്നെ എല്ലാം ഞാൻ ഓർത്ത് വെക്കുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ, കുറേയൊക്കെ ഞാൻ മറന്നും പോകുന്നുണ്ട്. ഓർത്ത് എടുക്കാനായിട്ട് പറ്റുന്നത് മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു 7th മന്ത് സെറിമണി, വളകാപ്പ് കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ടൈം അങ്ങോട്ട് വേഗം പോയി. 1 മന്ത് ഫുള്ള് ഈ ഒരു പോക്ക് വരവ്, സെലിബ്രേഷൻ, അത് ഇത്, ഗസ്റ്റ്, വീട്ടിലെ ആൾക്കാർ കാണാൻ വരാം, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് പോയി, സമയം പോയി കിട്ടി. അങ്ങനെ ഞാൻ നവംബറൊക്കെ ആയപ്പോഴേക്കും, ഒക്ടോബറിൽ ഒരു മാരേജ് ഒക്കെ ഉണ്ടായിരുന്നു എറണാകുളം. അപ്പോൾ 1 വീക്ക് സിസ്റ്ററുടെ അടുത്ത് പോയി നിന്നുണ്ടായിരുന്നു, എറണാകുളത്തുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ നവംബർ തൊട്ടിട്ട് ഇപ്പോൾ ഈ 2 മാസത്തോളം ഞാൻ എൻ്റെ വീട്ടിലാണ്, കംപ്ലീറ്റ് റെസ്റ്റാണ്. ഇനിയിപ്പം ഡേറ്റ് ആവാറായി, മോസ്റ്റ് പ്രോബബ്ലി ഡിസംബർ ലാസ്റ്റ് വീക്കിലായിരിക്കും എൻ്റെ ഡെലിവറി. അപ്പോൾ ഇത്രയാണ് ഇപ്പം എത്തി നിൽക്കുന്നത് എൻ്റെ ഒരു 2024 ഒരു പോസിറ്റീവ് സൈഡ്സ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് എന്ന് തന്നെ പറയാം ഇത്രയൊക്കെ കാര്യങ്ങൾ. ഇനി ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പോവാം നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും, ഗുണദോഷ സമ്മിശ്രമായിരിക്കും എല്ലാ വർഷവും. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെ നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി 2024 നെഗറ്റീവ് സൈഡ്സ്. അപ്പം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട് കേട്ടോ. അപ്പം അതിൽ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ
ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ റീജോയിൻ ചെയ്ത സമയത്തുള്ള എൻ്റെ ഒരു പ്രഷർ, ഈ വർക്ക് പ്രഷർ എന്ന് പറയണത് ഭയങ്കര പ്രഷറായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണെങ്കിൽ കൂടെ അത് ഇഷ്ടം പോകുന്ന ഒരു സ്റ്റേജിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ലോങ് ലീവ് കഴിഞ്ഞ് നമ്മൾ റീജോയിൻ ചെയ്യുന്നു, അപ്പോഴേക്കും ഒരുപാട് പ്രഷർ, എല്ലാ കോർണേഴ്സിൽ നിന്നും നമുക്ക് പ്രഷർ വരുന്നു. MC ചെയ്യണം, അത് ചെയ്യണം, ഉള്ള എല്ലാ ഫംഗ്ഷനും MC എന്നെ ഇടും. അപ്പോൾ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈമില്ല. അതിനിടയ്ക്ക് വീക്കെൻഡിൽ നാട്ടിൽ വരണം. പിന്നെ IQACയുടെ വർക്ക്, അതൊരു ബേർഡൻ തന്നെയായിരുന്നു. ഒരുപാട് ഈ ഡോക്യുമെൻറ്റേഷൻ വർക്ക്സ് അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ആനുവൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. ആനുവൽ റിപ്പോർട്ടിൻ്റെ കുറേ തിരക്കുകൾ, കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു കേട്ടോ. നമ്മൾ ഹെൽത്തൊക്കെ വളരെ വീക്കായി. പിന്നെ ഞാൻ പറഞ്ഞു, ആ സമയത്ത് ഞാൻ റൂമിൽ ഒറ്റയ്ക്കാണ്. എൻ്റെ റൂംമേറ്റ് റീലൊക്കേറ്റ് ചെയ്ത് പോയി. അപ്പം നമ്മൾ വീട്ടിൽ യൂഷ്വലി ചെല്ലുമ്പം ഞങ്ങൾ രണ്ടുപേരൂടെ ഇപ്പം എസ്പെഷ്യലി നമ്മുടെ ജോബ് പ്ലേസിലുള്ള, കോളേജിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുമായിരുന്നു. അവിടെ ഇത് സംഭവിച്ചു, അത് സംഭവിച്ചു, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ ആരുമില്ല. സോ നമുക്ക് ഷെയർ ചെയ്യാൻ ഒരാളുമില്ല. അതായത് ഫാമിലി ഉറപ്പായിട്ടും ഉണ്ട്, പക്ഷെ ഒരേ വർക്ക് പ്ലേസിലുള്ള രണ്ടുപേര് അവരുടെ കരിയർ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന പോലെ നമുക്കൊരിക്കലും മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, മനസ്സിലാക്കത്തില്ലല്ലോ. അപ്പം അങ്ങനത്തെ ഒരു മിസ്സിങ് ഫാക്ടർ ഉണ്ടായിരുന്നു കുറച്ചു കാലം. പിന്നെ ഒറ്റയ്ക്ക് ആയപ്പോൾ ഉള്ള എല്ലാ സ്ട്രഗിൾസും ഫിനാൻഷ്യലി ആണെങ്കിലും ഒക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സംഭവം മാനേജ് ചെയ്തു. അതൊന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ജോലി വിടുക, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു നാട്ടിൽ കുറേ കാലം വർക്ക് ചെയ്യണം എന്നൊക്കെ ഓർത്ത് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മളത് ജോലി റിസൈൻ ചെയ്യേണ്ട ഒരു അവസ്ഥ, പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വന്നപ്പോഴേക്ക് ഓക്കെ, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, ഞാനിവിടെ കുറച്ചെങ്കിലും കണ്ടിന്യൂ ചെയ്യണം എന്ന് വെച്ച് വന്നപ്പോൾ എഗെയിൻ അവിടെ വേറൊരു പ്ലാനായിരുന്നു ഈശ്വരൻ്റെ. സോ ആ ജോലി വിടുക എന്ന് പറഞ്ഞതും ഇറ്റ് വാസ് എ ടാസ്ക്. അപ്പോൾ കാരണം എന്താ പറയുക, നമുക്കിഷ്ടപ്പെട്ട ആൾക്കാർ, സ്ഥലം, നാടൊക്കെ വിട്ടിട്ട് ഇനിയിപ്പോൾ എപ്പോഴാണ് എന്താണെന്നൊന്നും അറിയില്ല, അതൊക്കെ വിട്ട് വരേണ്ട ഒരു അവസ്ഥ. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രഗ്നൻസി, അത് ഹാപ്പി ആയിരുന്നു. ഒബ്വിയസ്ലി അത് ഒരു ഹാപ്പിയസ്റ്റ് ടൈമായിരുന്നു. പക്ഷേ അതിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നിട്ടുള്ള വോമിറ്റിങ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെയുള്ള കണ്ടിന്യൂസ് വോമിറ്റിങ്, ട്രിപ്പ് ഇടാനൊക്കെ 3-4 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി. പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന മൂഡ് സ്വിങ്സ്, കാര്യങ്ങൾ, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു ആ ടൈമിൽ. പിന്നെ അതും ഈ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത, എനിക്ക് വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത് പോസിബിൾ അല്ല, കുറച്ച് ടാസ്ക് തന്നെയാണ്. അങ്ങനെ ശീലിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി അങ്ങനെ ഇരിക്കേണ്ടി വന്ന ഒരവസ്ഥ പ്രഗ്നൻസിയുടെ പേരിൽ. അത് കുറച്ച് എനിക്ക് ഒരു ട്രോമ പോലെയായിരുന്നു. നമ്മളെവിടെയും പോകാൻ വയ്യ, അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു. നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുക. പക്ഷെ ആ സമയത്ത് തന്നെ ജോലി ഹെൽപ്പ് ചെയ്തു എൻഗേജ് ആയിട്ടിരിക്കാൻ. അത് പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക, വീട്ടിലേക്ക് പോകുന്ന ഒരു ടെൻഷൻ. എൻ്റെ വീടെന്ന് പറയുന്നത് ഉറപ്പായിട്ടും എനിക്കതൊരു ഹെവൻ തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. ബട്ട് ഹസ്ബൻഡിനെ വിട്ടു പോകണമല്ലോ, അവരുടെ വീട് വിട്ടു പോകണമല്ലോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ അപ്പം ഇനി ആ ഒരു സമയത്ത് തോന്നി. ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കാം മേ ബി കേട്ടോ. അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ ഒന്നും എനിക്കില്ല പൊതുവെ ആരോടും. അപ്പോൾ പക്ഷേ ഈ ഒരു ടൈം ആയതുകൊണ്ട് അങ്ങനെ അപ്പം അതൊരു കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷെ അതും കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, എന്താ പറയുക, ഇത്രയും വർഷമായിട്ട് ഇല്ലാതെ ഈ വർഷം ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആരും നമ്മളങ്ങനെ ഈസി ആയിട്ട് വിശ്വസിക്കരുത് എന്നുള്ളതാണ്. എന്താ പറയുക, അത് ചില എക്സ്പീരിയൻസസ് വരുമ്പോൾ നമ്മൾ പഠിക്കും. അങ്ങനെയാണ്. അതിപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഫാമിലിയിലുണ്ടെന്ന് പറയുന്ന ആൾക്കാരായിക്കോട്ടെ, ഒരാളെയും നമ്മൾ വിശ്വസിക്കരുത് എന്നുള്ളൊരു മെയിൻ ലെസൺ ഞാൻ പഠിച്ചിട്ടുള്ളൊരു ഇയറാണ് 2024. അതെൻ്റെ ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു ജീവിതത്തോടുള്ളൊരു കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ച ഒരു ടൈമാണ്. ഒരാളെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. എൻ്റെ സിസ്റ്റർ എപ്പോഴും പറയും, നമ്മളൊരാളെ കാണുമ്പം അവരെ അസസ് ചെയ്യണം, അവർ മനസ്സിലാക്കിയിട്ട് വേണം നിൽക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. പക്ഷെ ആ ഒരു ലെസൺ ഞാൻ പഠിച്ചു.
അപ്പോൾ അതെനിക്ക് എന്നിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കി. എൻ്റെ പല കാര്യത്തിലുള്ള എക്സ്പെക്റ്റേഷൻസ് കുറഞ്ഞു. അങ്ങനെ ഒരു കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ പിന്നെ ഞാൻ പോസിറ്റീവ്സ് പറയുമ്പം ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. എൻ്റെ ഒരു യൂട്യൂബ് ജേർണി എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. പഴയതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവരാൻ സാധിച്ചു. വീഡിയോസ് ഇടാൻ സാധിച്ചു. വീഡിയോസിന് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടി. ആ ഒരു ഗ്രോത്ത് എനിക്ക് എടുത്തു പറയണമായിരുന്നു. പക്ഷെ അതിലൂടെ ഞാൻ പഠിച്ച വേറൊരു കാര്യം, ഈ യൂട്യൂബിൽ വരുന്ന നെഗറ്റീവ് കമൻസിനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. അത് ഒത്തിരി എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് നമ്മളെ ക്യാരക്ടറിനെ പറയുമോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. പക്ഷേ പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. നമ്മൾ നല്ലത് ഉദ്ദേശിച്ച് പറയുന്ന കുറേ കാര്യങ്ങളും നെഗറ്റീവായിട്ട് എടുക്കാം, മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാം. അതപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു കറേജ് നമുക്ക് കിട്ടി. അതൊരു ലെസണാണ്. ഇപ്പോൾ ആരെയും വിശ്വസിക്കരുത് എന്ന് പഠിച്ച പോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് കമൻസ് ആണേലും, പിന്നെ ഈ പല കമൻസും പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഈ ചില നെഗറ്റീവ് കമൻസിലൂടെയാണ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതും പഠിച്ചതും കേട്ടോ. അപ്പോൾ അത് ഒരു തരത്തിൽ അതൊരു ഹെൽപ്പായിരുന്നു എന്ന് പറയാം. നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനും ആൾക്കാരെ മനസ്സിലാക്കാനും, പുറമേ കാണുന്നതല്ല അവരുടെ ട്രൂ കളർ എന്നുള്ളത് മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതിൽ ചില ഇൻസിഡൻസ് എൻ്റെ ഒരു ലൈഫിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു മൂഡ്സിനെ, എൻ്റെ ഹെൽത്തിനെ, ഫിസിക്കലി ആൻഡ് മെൻ്റലി ഞാൻ തളർന്നു പോയിട്ടുള്ള മൊമെൻറ്റ്സ് വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു 2024 എൻഡിങ്ങിലേക്ക് വന്നപ്പോൾ. ചില റിയലൈസേഷൻസ് ഓക്കെ. അപ്പോൾ അതൊക്കെ ബൈ ഗോഡ്സ് ഗ്രേസ് ദൈവം അതിനുള്ള സ്ട്രെങ്ത് തന്നു. ഞാൻ ഓവർകം ചെയ്തു. പെട്ടെന്ന് തന്നെ എനിക്കത് വിട്ട് കളയാൻ സാധിച്ചു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആൻഡ് ബാക്ക് ടു നോർമലായി ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിച്ചു. അതാണല്ലോ ഈ ഒരു സമയത്ത് വേണ്ടത്. അപ്പോൾ അതിനുള്ള കറേജ് ഈശ്വരൻ തന്നു, ഫാമിലി തന്നു. അപ്പോൾ അതൊരു വളരെ ഒരു വേസ്റ്റ്, ഏറ്റവും മോശം സമയം എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ആ ഒരു ഇൻസിഡൻറ്റ്. അപ്പം അത് എന്തായാലും അങ്ങനെ പോയി കിട്ടി. എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അതിൽ ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഒന്നും അതിൽ നിന്ന് കിട്ടാനും പോകുന്നില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി മൈ പേഴ്സണൽ തിങ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം. പിന്നെ എന്താ പറയുക, അങ്ങനത്തെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതുപോലെയുള്ള നെഗറ്റീവ് ഇൻസിഡൻസിനെ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യണം, ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് എനിക്ക് അറിയാൻ സാധിച്ചു. അത് പഠിക്കാനും സാധിച്ചു. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹെൽത്ത് ഇഷ്യൂസ് കുറേ ഉണ്ടായിരുന്നു. കുറേ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കുറച്ച് ഇനീഷ്യലി പ്രഗ്നൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പിന്നെ നമുക്ക് എൻ്റെ ഒരു ഏറ്റവും ബെറ്റർ വേർഷനിലായിരുന്നു കോയമ്പത്തൂരുള്ളപ്പം എല്ലാ തരത്തിലും ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നിങ്ങനെ ഡേ ബൈ ഡേ, പക്ഷെ ഒരു നല്ല കാര്യത്തിനാണെങ്കിൽ കൂടെ അതിൽ നമ്മളിങ്ങനെ കുറഞ്ഞു പോകുന്നു, നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് പോകുന്നു, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കുറേ കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി. പിന്നെ ടെൻഷൻ കാര്യങ്ങൾ, മൂഡ് സ്വിങ്സ്, പ്രഗ്നൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ മൂഡ് സ്വിങ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ കുറേയൊക്കെ ഈ വർഷം എനിക്ക് കൺട്രോൾഡ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇമോഷൻസ് കൺട്രോൾഡ് ആണ്. എൻ്റെ ഒരു സ്പിരിച്വൽ ജേർണി കുറേ കൂടെ സ്ട്രോങ് ആണ്. അത് എന്നെ പല കാര്യങ്ങളും ഈസി ആയിട്ട് എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒരു എഗെയിൻ പോസിറ്റീവ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ആൻഡ് ഇനി തീർന്നിട്ടില്ല. എഗെയിൻ ഡിസംബർ ഇനി ഒരു ഫ്യൂ വീക്സ് ലെഫ്റ്റ് ആണ്. അപ്പം ഇനി അങ്ങോട്ട് എന്താ നല്ലത് നടക്കും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്താ പറയുക എൻ്റെ ഈ ഒരു 2024. ആൻഡ് എല്ലാവർക്കും ഈശ്വരനും എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കാരണം അവരുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും 365 ഡേയ്സ് അല്ലെങ്കിൽ ഒരു വർഷം നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് പോകാമെന്ന് പറയണത്. എല്ലാവരുടെയും സപ്പോർട്ട്, നമ്മുടെ സൊസൈറ്റി കൂടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം. അപ്പോൾ അതൊക്കെ എനിക്കുണ്ടായിരുന്നു. ടച്ച് വുഡ്. അപ്പോൾ അത്രയാണ് എൻ്റെ 2024 എന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ചോദിക്കാം റെസൊല്യൂഷൻസ് വല്ലതും ഉണ്ടോ അടുത്ത വർഷത്തേക്കെന്ന്. റെസൊല്യൂഷൻസ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഓരോ വർഷം ആകുമ്പോഴും ഞാൻ വിഷൻ ബോർഡൊക്കെ മേക്ക് ചെയ്ത് എഴുതിയൊക്കെ വയ്ക്കുമായിരുന്നു. ഇപ്രാവശ്യം ഞാൻ വിഷൻ ബോർഡായിട്ടൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ മൈൻഡിൽ കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ട്, വളരെ ചെറുത്.
പിന്നെ വേറൊരു ലൈഫിൻ്റെ ഫേസിലോട്ടാണല്ലോ പോവുക ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുമ്പം. അപ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യുക, പുതിയ റോൾസൊക്കെ നന്നായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത്രയാണ് എനിക്ക് എൻ്റെ ഒരു 2024 ഒരു റീക്യാപ്പ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും. ഇപ്പം എൻ്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, അത്ര ഭയങ്കര ഒരു സ്മൂത്ത് ഗോയിങ് ഒന്നും ആയിരുന്നില്ല, കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഇനി അടുത്ത വർഷം നല്ലതാവും, നല്ല കാര്യങ്ങളും നടക്കട്ടെ, എന്നാൽ എല്ലാം നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കും അതുപോലെ നല്ലൊരു വർഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരു പുതുവത്സരം ആശംസിക്കുന്നു. നല്ല സന്തോഷവും നന്മയും ഒക്കെ ഉള്ള സക്സസ് ഉള്ള ഒരു ഇയർ നേരുന്നു. അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്ലാനിങ് എന്ന് പറയുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു പുതുവർഷത്തേക്ക് ഒരു റെസൊല്യൂഷൻസും ഇല്ലാതെ പോകുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുക, വിഷൻ ബോർഡൊക്കെ മേക്ക് ചെയ്യുക. എന്നിട്ട് നല്ല പ്ലാൻഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ ഒരു 10 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു 2 കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്.